വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, നല്ല അടിപൊളി ഒരു ചുണ്ടും പയറും തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒരു ചുണ്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ചുണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പുറംപാളി ഒരു 4-5 പാളികൾ നമ്മൾ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണേ. അതിൻ്റെ ആ പുറംപാളി നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അരിഞ്ഞ ചുണ്ടിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അപ്പം നമ്മൾ ആ ചുണ്ട് അരിഞ്ഞ് വെച്ചതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ പുരട്ടി നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മളിപ്പോൾ ഒരു ചുണ്ടേ നമ്മൾ എടുത്തിട്ടുള്ളേ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. അത് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരകിയത് നമ്മൾ വേണം. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഒരു സവോള, ഒരു 2-3 കഷ്ണം ചെറിയ ഉള്ളി, അതുപോലെ ഒരു കുറച്ച് പീസ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും കൂടെ പേസ്റ്റും കൂടെ നമ്മൾ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ചാലിച്ചെടുത്ത് ഈ ചുണ്ടിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന ഒരു അരമുറി തേങ്ങ, നമ്മൾ ഒരു ചുണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ അരമുറി തേങ്ങ എടുത്തു. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവോള, 2 പച്ചമുളക്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ആ ചുണ്ടിലേക്ക് ഉപ്പും നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ തിരുമ്മി വെച്ചിരുന്ന ചുണ്ടിലേക്ക് ഇതും കൂടെ ഒന്ന് ചാലിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എന്തേരം പയറാണോ നമുക്ക് വേണ്ടത് അത്രയും പയർ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പയറും കൂടെ നമ്മൾ ആദ്യം തന്നെ ഇത് വേവിച്ച് മാറ്റി വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് പയർ. അതിനുശേഷം നമ്മളതിലേക്ക് ഒരു പാൻ വെച്ച് നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ നടുക്കോട്ട് ഈ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ആ ചുണ്ടൊന്ന് വെന്ത് വരുന്നേരം വരെ നമ്മളൊന്ന് വെള്ളമൊന്നും നമ്മൾ തുള്ളി പോലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണ തിരുമ്മി വെച്ച ചുണ്ടാണ് കേട്ടോ. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അരമുറി തേങ്ങ എടുത്തു. അതുപോലെ തന്നെ നമ്മളൊരു 3-4 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം സവോള, ഒരു 2 പച്ചമുളക്, ഇത്രയും നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് ചാലിച്ചെടുത്ത് ഈ ചുണ്ടിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും തേച്ച് വെച്ചിരുന്ന ചുണ്ടിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളത് വെച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയർ, നമ്മൾ വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്ന പയറും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടിത് പയറും ചുണ്ടും എല്ലാം കൂടെ കടന്ന് നന്നായിട്ട് ഒന്നും കൂടെ വേകണം. ചുണ്ട് നമ്മളൊട്ടും വെന്തിട്ടില്ല. ചുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചുണ്ടും പയറും തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് പയറില്ലെങ്കിൽ തന്നെ നമ്മൾ സാധാ അരിയില്ലേ, അരി നന്നായിട്ട് ഒരു ചെറിയ എണ്ണയൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരി ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ഈ പയറിന് പകരം നമുക്ക് ചുണ്ടിലേക്ക് ചേർന്ന് അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം.